ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോയുടെ ഗ്ലാമർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്ലഗ് പോയതാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റിൻ്റെ കാരണം. അപ്പോൾ സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി. പക്ഷേ വണ്ടിക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ വണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ വണ്ടി ചെരിച്ചിട്ട് നിർത്തുന്ന സമയത്തൊക്കെ പെട്രോൾ ചാടി പോകണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാർബറേറ്ററിൽ വന്നാണ് മിസ്റ്റേക്കാണ്, കംപ്ലയിൻ്റ് ആണ് ഈ ഓവർഫ്ലോ വരാനുള്ള റീസൺ കേട്ടോ. അത് ഇപ്പോഴത്തെ നമ്മുടെ പെട്രോളിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അത് ഈ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം കേട്ടോ. കാരണം ഇപ്പോഴത്തെ പെട്രോളിനകത്ത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ നമ്മൾ യൂസ് ചെയ്യാം. അങ്ങനെ വന്നാൽ എല്ലാ വണ്ടിക്കും, ഒട്ടുമിക്ക വണ്ടി, ഒരു 90% വണ്ടികൾക്ക് ഓരോരോ കംപ്ലയിൻറ്റുകളായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ് ഈ ഓവർഫ്ലോ കംപ്ലയിൻ്റ് എന്നുള്ളത്. അത് നമ്മൾ എങ്ങനെ ചെയ്താലും കുറച്ച് നാൾ മാറിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു വരും. ചിലത് അഴിച്ച് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ വരും. അങ്ങനെ പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാർബറേറ്റർ അസംബ്ലി ഇതേപോലെ മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ തവണ വേണ്ടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. അതിനുശേഷം നമുക്ക് എൻ്റെ ഈ 2 ഐറ്റംസ് പാർട്സുകളൊന്നും മാറ്റേണ്ടതായിട്ട് വരും. അത് ഒന്ന് ഫ്ലോട്ട് വാൽവാണ്. ഈ വാൽവ് അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗസ് പിടിച്ചാൽ പോലെ അതിൻ്റെ ഉള്ളിൽ പോയി സ്റ്റക്കാവാണ്. അപ്പോൾ അത് മാറ്റിയിടണം. അതേപോലെ തന്നെ ഈ സ്ലോജറ്റ് നോക്കുമ്പോൾ സ്ലോജറ്റിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ സ്ലോജറ്റ് മാറ്റി റീസെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട വന്ന പ്രശ്നം, മിസ്സിങ്, ഓവർഫ്ലോ, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഇങ്ങനെ പല പ്രോബ്ലംസും കാണിക്കുന്നത് ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ്. അത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. 20% പെട്രോളിൽ മായം കലർത്തിയേക്കാം, എത്തനോൾ കലർത്തിയേക്കാണ്. 100% അത് ഒരു മായത്തിൻ്റെ ഒരു ഇതാണ് നമുക്ക് വരാം നമ്മുടെ വണ്ടികൾക്ക്. പുതിയ വണ്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. B6 മോഡൽ ഫ്യൂൽ പമ്പ് ഉപയോഗിക്കുന്ന കാറുകൾ, B6 മോഡൽ 2 വീലറുകൾ, പമ്പ് ഉപയോഗിക്കുന്ന 2 വീലറുകൾക്കൊന്നും അങ്ങനെ പ്രശ്നമില്ല. അത് ഏറ്റവും പുതിയ മോഡൽ വണ്ടികൾ. പഴയ മോഡൽ ഒട്ടുമിക്കതും ഓരോരോ പ്രോബ്ലംസായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഇടയ്ക്ക് ഡെയിലി യൂസ് ചെയ്യാമെന്നുള്ളതാണ്, ഒന്നും ചെയ്യാൻ പറ്റുക. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഈ പെട്രോളിൽ ആഡ് ചെയ്യുന്ന ഒരു അഡിറ്റീവ്സ് കിട്ടും. അതായത് ഇതിൻ്റെ ഒരു ആൻറ്റി റിയാക്ഷൻ വരുന്ന മോഡൽ, അത് ഇടയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ പവർ പെട്രോളോ അങ്ങനെ ഏതെങ്കിലും ഇച്ചിരി കൂടിയത് അടിക്കാനായിട്ട് നോക്കാം. അത്രയാണ് ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഈ വർക്ക് ഈ രീതിയിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.